ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാക്കണേ, ഞാൻ ചൊളാണ്ടി ഉണ്ടല്ലോ, ചൊളാണ്ടി ഇങ്ങനെ കുറുക്കുണ്ടാക്കാണ് കേട്ടോ. ആ സമയത്ത് ഇതാക്കി ഞാൻ ഉപ്പേരിക്ക് നമ്മുടെ പച്ചക്കായ നേന്ത്രക്കായാണ് എന്താ അതിങ്ങനെ അരിഞ്ഞിങ്ങാട്ട് ഇത് കഞ്ഞിവെള്ളമാണ്, കഞ്ഞിവെള്ളത്തേക്ക് അരിഞ്ഞിങ്ങനെ ഇടുകയാണ്. ഈ ഒരു സൈസ് ഇതിലാണ് ഞാനിത് അരിയണം കേട്ടോ. അപ്പം ഇതൊക്കെ ഫുള്ളും ഇങ്ങോട്ട് അരിഞ്ഞെടുത്ത് അപ്പം നമുക്ക് പച്ചക്കായ വെച്ചുകൊണ്ട് ഡ്രൈ ആകാതെ കുഴഞ്ഞങ്ങാണ്ടില്ല ഒരു എന്താ ഉപ്പേരി തോരനുണ്ടല്ലോ, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഡ്രൈ ആയിങ്ങാണ്ട് ഞാൻ നമ്മളെ പച്ചക്കായ ഉള്ളത് നമ്മളെ ചാനലിൽ ഇട്ടിക്കണം കേട്ടോ. കുറച്ചായി ഇപ്പം അത് ഇട്ടിട്ട് അപ്പം നമ്മളെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ കാണാം പച്ചക്കായ വെച്ചത്. ഇത് ഞാൻ കുഴ ആക്കിയിട്ടുള്ളതാണ് വെക്കുന്നത്. അപ്പം നേന്ത്രക്കായ ആയതുകൊണ്ട് ഇതിൻ്റെ സ്കിന്നുണ്ടല്ലോ, ഇതിൻ്റെ സ്കിന്ന് ഫുള്ളും കളയണ്ട. ഈ സൈഡുകൾ മാത്രം ഇങ്ങനെ കളഞ്ഞാൽ മതി. ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കളയാം. സ്കിന്ന് ഫുള്ള്, ഈ സ്കിന്നാണ് ഇതിൻ്റെ രസം. അപ്പം നമ്മളിതാക്കണ് ഇവിടേക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ കുറുക്കുണ്ടല്ലോ അകപ്പാടം അങ്ങോട്ട് കട്ട പിടിച്ചിങ്ങാണ്ട് ഒരു ജാതിയാവും. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ നിന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പം ഇത് നമ്മളല്ലേ ചിപ്സ് ഉണ്ടാക്കുമല്ലോ, ബനാന ചിപ്സ് ഉണ്ടാക്കുമല്ലോ, ആ ചിപ്സ് ഉണ്ടാക്കണ ഇതിൻ്റെ സ്കിന്ന് മാത്രം എടുത്തുങ്ങാണ്ട് എന്താ ഉപ്പേരി ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്. മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മൾ അടിയിൽ ഇങ്ങനെ മൺചട്ടിയിൽ എന്നല്ല എല്ലാത്തിൽ പെട്ടെന്ന് എന്താ പറയുക, ഇതിൻ്റെ ഇത് അടിക്കാണ് പിടിക്കുക, അടിയിൽ ഇങ്ങനെ പിടിക്കുക. അപ്പം നമ്മൾ അടി ഇങ്ങനെ വെച്ച് കാണ്ട് തന്നെ ഇങ്ങനെ ഇളക്കണം. ഇതിനിങ്ങനെ കുറുക്കിയെടുക്കണത്. ഇത് ഇളക്കിട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളെ കഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ ലേറും കണ്ടോ, കളറും പിന്നെ അതിൻ്റെ ഇത് കണ്ടോ. പിന്നെ ഇതെന്താ അറിയാം, ഇത് എന്താ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിന് ഇത് വരും. അപ്പോൾ ആ കയ്യിന് ഇങ്ങനെ കറുത്ത കളർ വരും. അപ്പോൾ അത് സൂക്ഷിച്ച് കണ്ട് ചെയ്യാട്ടോ. ആ ഇളക്കറിയ ഞാൻ എന്താ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കണേ. അപ്പൊ ചട്ടി ഞാൻ ഇതിൽ വെച്ചിട്ടോ. ആ അതിന് ആവശ്യമുള്ളതാണ് സാധനങ്ങളാണ് ഇതാക്കണേ. കൊച്ചുള്ളി, വെളുത്തുള്ളി ഞാൻ പറഞ്ഞാൽ കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ അത് നമ്മൾ വറവിട്ടുകാണ്ട് വെക്കുകയാണ് ചെയ്യണത് ഡയറക്റ്റ്. അതായത് കുഴ ചെയ്ത് കാണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പൊ വറവിട്ടുകാണ്ട് തന്നെയാണ് എല്ലാം ചെയ്യണത്. കാന്താരി മുളകാണിത് അതേപോലെ. പിന്നെ ഇതാക്കണേ വെളുത്തുള്ളി ഇങ്ങനെ വെച്ച് ഇതാക്കിക്കണേ. പിന്നെ നമ്മളെ വറ്റൽ മുളക്, കറി ലീഫും. കണ്ടങ്ങളിൻ്റെ വെളിച്ചെണ്ണൻ്റെ കട്ട വെളിച്ചെണ്ണ ഇതായി കിട്ടില്ല. അപ്പോൾ ഇതാക്കണ് ഇങ്ങനെ എടുക്കണേ. അത് വെളിച്ചെണ്ണ കിട്ടേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളെ ഫസ്റ്റ് ഇതാക്കണേ, നമ്മളെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട് ഇടുക. പിന്നെ അതേപോലെ തന്നെ വറ്റൽ മുളകും, നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. ഇനി ഇതൊന്ന് ഇതിൽ കിടന്ന് മൂത്ത് വരട്ടെ കേട്ടോ, ബ്രൗൺ കളറായി വരട്ടെ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോണ്ടി. പിന്നെ നമുക്ക് വറവ് എന്താ ലാസ്റ്റിക്ക് വറവ് ഇടേണ്ട ആവശ്യമില്ല. ഈ ടൈമിൽ ഇതാക്കണേ, ഈ ടൈം ആകുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക ആവശ്യത്തിട്ടാ. മഞ്ഞപ്പൊടി ഇടുന്നവർക്ക് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇട്ടുകാട് ചെയ്യണത് നല്ലതാണ്. മഞ്ഞപ്പൊടി അറിയണ മഞ്ഞൾ നല്ല ഇതില്ലേ. ഇനി ഇതിക്ക് നമ്മൾ ചെയ്യണത് ഒരു മുട്ട ഉണ്ടല്ലോ, ഒന്നോ രണ്ടോ മുട്ട എടുക്കട്ടോ. മുട്ട ഇപ്പോൾ നമ്മൾ ഇത് കൂടുന്നതിനനുസരിച്ച് ആർക്ക് ടേസ്റ്റിനനുസരിച്ച് ചെയ്യാട്ടോ. 2 or 3 ഒക്കെ എടുക്കുക. ഇനി ഇതിലൊന്ന് വറുത്തെടുക്കുക കുറച്ച് നേരം. ഇതാക്കണേ. അപ്പോൾ നമ്മളെ കുറുക്ക് റെഡി ആയിക്കണേ. അപ്പോൾ നമ്മളെ മുട്ട ഇതാക്കണേ
മുട്ടന്റെ ഇത് ഇതാക്കണ ചിക്കി കേട്ടോ. ചിക്കി നമ്മൾ എന്താ ഫ്രൈ ആക്കി എടുത്തതാ കണ്ടോ. ഇനി നമുക്ക് ഇതാക്കണ നമ്മളെ ഇനി ഇത് നല്ലോണം അങ്ങോട്ട് മറിച്ചെടുക്കുക കേട്ടോ. ഇതാക്കണ ഞാൻ കാന്താരിമുളക് ഇതാക്കണ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചത്. ഞാൻ കാന്താരിമുളക് ഇടത് അതാട്ടെ ഈ ക്രഷ് ചെയ്ത് വെച്ചോണ്ടാണ് ഇത് ശരിക്കും എന്താ പറയുക മൂപ്പായിട്ടില്ല. അപ്പം അതാണ് ഈ ഒരു അതിൻ്റെ കുരുവിനൊരു കറുത്ത കളർ വന്നിട്ട്. പിന്നെ നമ്മളെ കറി ലീഫ് ഉണ്ടല്ലോ, കറി ലീഫ് ഇങ്ങാണ്ട് നല്ല അങ്ങോട്ട് പൊട്ടിച്ചിടുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. ഇനി നമുക്കിത് വേവാൻ വേണ്ടിയില്ലേ വെള്ളം കേട്ടോ. അതായത് കുഴ ചെയ്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടുക, അല്ല ഇത്ര തന്നെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കുക. പിന്നെ ഇനി ഇത് നമുക്ക് വറവിടി ഒന്നും വേണ്ട, ഡയറക്റ്റ് നമുക്ക് ഫുഡ്ക്ക് എന്താ ലഞ്ചിക്ക് ഒക്കെ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. ഉപ്പ് നോക്കണേ, ഏത് ടൈപ്പിലാണെങ്കിലും നമ്മൾ ഉപ്പ് നോക്കുക, ഉപ്പ് കൂടണ്ട. അപ്പൊ നമ്മളിങ്ങനെ ഇടക്ക് എടുത്തങ്ങാണ്ട് ഇങ്ങനെ ഒന്ന് മറിച്ച് നോക്കണം കേട്ടോ. മറിക്കാൻ ഇങ്ങനെ ഇളക്കുക, ഇടക്ക് ഇങ്ങനെ എടുത്തങ്ങാണ്ട് ഇളക്കുക. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം ഇളക്കീനി കേട്ടോ. അപ്പം കണ്ടോ ഈ ഒരു കുഴയിലാണ് നമുക്ക് കിട്ടേണ്ടത്, ഡ്രൈ ആവാതെ. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുക. ഇനി ഇതിക്ക് കറിയൊന്നും വേണ്ട, തന്നെ മതി, ഇത് മാത്രം മതി. അപ്പം നമ്മൾ ഇതാക്കണേ എന്താ എഗ്ഗ് ചിക്കി പൊരിച്ചങ്ങാണ്ടുള്ള ബനാന കുഴ ഉള്ളത് റെഡിയായിട്ടോ തോരന്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞു ഇനിയിപ്പം എന്താ ഈ നമ്മൾ എഗ്ഗ് കഴിക്കാത്തതാണെങ്കിൽ അതും എഗ്ഗ് ഇതിലിടുമ്പോൾ ആ എഗ്ഗിൻ്റെ ഇതൊന്നും ഇതിൽ അറിയില്ല. അപ്പം നല്ല ടേസ്റ്റാണ്, കഴിക്കാനും ഇരിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ എഗ്ഗിൻ്റെ ഇനി ക്വാണ്ടിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കിട്ടാൽ മതി, എഗ്ഗിൻ്റെ എണ്ണം കൂട്ടുക. അപ്പം ഇത് ഉണ്ടാക്കുക കേട്ടോ. ഉണ്ടാക്കിങ്ങാണ്ട് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് ലഞ്ച് ബോക്സൊക്കെ ഇങ്ങനെ നിറച്ച് കൊടുക്കുക. അതാ നമ്മളിപ്പോൾ ലഞ്ചിക്ക് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഞാനിതാക്കണേ നമ്മൾ ഈ ലഞ്ച് ബോക്സ് തന്നെ ഞാനിത് ഇടുകയാണ് കേട്ടോ. എന്താ സംഭവം എന്ന് അറിയോ, വേറൊരു പാത്രത്തിൽ ഇടുമ്പോൾ ഒക്കെ പാത്രം ഇങ്ങനെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് കഴിക്കും. എഗ്ഗ് ഫ്രൈ ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കൂലല്ലോ. എല്ലാം സിമ്പിളായി, വറുവിടലും എല്ലാതും ഒപ്പം തീർന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളാ മറ്റേ ഫസ്റ്റ് തന്നെ വറവിട്ടുങ്ങാണ്ട് ചെയ്തപ്പം നല്ല ടേസ്റ്റായിട്ടും എല്ലാം ഇതായിങ്ങാണ്ടുള്ളത് തന്നെ. അപ്പം കഴിക്കും. എന്നാൽ ശരി, അപ്പം ഉണ്ടാക്കാൻ മറക്കണ്ട. ഞാൻ ഡ്രൈ ചെയ്തുങ്ങാണ്ട് ഇങ്ങനെ ബനാന ഉണ്ടാക്കിയത് നമ്മളെ ചാനലിലുണ്ട്. അത് നമ്മളിങ്ങനെ നോക്കിയാലേ നമുക്ക് കാണാം.